السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمم بالخير والسعادة. اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ബഹുമാനമുള്ള ഖുർആൻ ഹദീസ് പഠന വേദിയിലെ പഠിതാക്കളെ, ബഹുമാനികളെ, സഹോദര സഹോദരിമാരെ, എൻ്റെ വേണ്ടപ്പെട്ടവരെ, നാം ഈ ക്ലാസ് റൂമിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖുർആനിക പഠനവും ഹദീസിന്റെ പഠനവും അതുപോലെ തജ്വീദ്, അതുപോലെ ഹദീസിന്റെ ഇസ്തിലാഹ്, ഇതൊക്കെയായിരുന്നു. ഹദീസിന്റെ ഇസ്തിലാഹ് നമ്മൾ ഏകദേശം ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചു. അത് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഹദീസിന്റെ തുടക്കവും നാം ഇതിൽ പറഞ്ഞിരുന്നു. അതായത് ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ബുഖാരി ഷരീഫിലുള്ള ഹദീസിന്റെ ചെറിയ ഭാഗങ്ങൾ സ്പർശിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാമെന്ന്. അസഹുൽ ഖുതുബി ബഅദ കിതാബില്ല സഹീഹുൽ ബുഖാരി. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ വെളിച്ചം വീശുന്ന ഗ്രന്ഥം അത് പരിശുദ്ധ ബുഖാരി ഷരീഫാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഹദീസിന്റെ ബാബുകളിലെ ഹദീസുകളിലേക്ക് ഒന്ന് ഇറങ്ങാം. ചെറുതായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം, ഒന്ന് വിലയിരുത്താം, നമുക്കൊന്ന് പഠിക്കാം. ഈ ക്ലാസ് കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഈ ഹദീസിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതുപോലെ അതൊന്ന് പറയുകയും അതിന്റെ ഈ അർത്ഥതലങ്ങൾ ഒന്ന് ആവർത്തിച്ച് പഠിക്കാനുള്ള, അല്ലെങ്കിൽ ഒന്ന് പറയാനുള്ള, ഒന്ന് മനസ്സിരുത്താനുള്ള ഒരു ശ്രമം നടത്തണേ എന്ന് വളരെ വിനയത്തോടെ താഴ്മയോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാരണം പരിശുദ്ധ ഖുർആൻ അതൊരു ശിഫയാണ്. പഴയ കാലങ്ങളിലൊക്കെയും ഷിഫക്ക് വേണ്ടിയിട്ട്, രോഗശമനത്തിന് വേണ്ടിയിട്ട് ബുഖാരി ഓതിക്കൊണ്ട് മന്ത്രിച്ചിരുന്നു. അതൊക്കെ സത്യവുമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയശുദ്ധി ഉണ്ടാവാൻ, ശാരീരിക ശുദ്ധിയും മാനസികമായ ശുദ്ധിയും സാമ്പത്തികമായ ശുദ്ധിയും ജീവിത നിലയിലുണ്ടാകുന്ന എല്ലാ ശുദ്ധികളും ഉണ്ടാവാൻ നമുക്ക് ഹദീസ് പഠിക്കൽ അത്യാവശ്യമാണ്. ആ ഹദീസ് കേൾക്കുകയും അത് പഠിക്കുകയും അത് വിലയിരുത്തുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും പ്രയോജനമാക്കി കൊണ്ടുവരികയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയും കടമയുമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഉദ്ദേശത്തോടുകൂടെ നമുക്ക് എല്ലാവർക്കും ആ ഹദീസിന്റെ ബാബുകളിലൂടെ സഞ്ചരിക്കാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് യഥാർത്ഥത്തിൽ സാധാരണക്കാരനായ ആളുകളെയാണ് കൂടുതൽ ഇതിൽ മുൻഗണന കൊടുക്കുന്നത് ഞാൻ പറയാറുണ്ട്. കാരണം നമ്മുടെ ആദ്യകാലങ്ങളിൽ ഒരു മദ്രസ അധ്യാപനം കഴിഞ്ഞ് പിന്നെ കൂടുതൽ പോവാൻ കഴിയാത്ത സാഹചര്യം വരികയും ജോലിയും ഒക്കെ പ്രവേശിച്ചു വന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അവർക്കും ഒരു ഉപകാരപ്രദമാവട്ടെ എന്ന നിയ്യത്താണ് ഇതിന്റെ മുമ്പിലുള്ളത് എന്ന് നാം എപ്പോഴും പറയാറുണ്ട്. അള്ളാഹു ആ നിയ്യത്തിനെ നമ്മൾ കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദീസിന്റെ ബാബിലേക്ക് പ്രവേശിക്കാം. കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. അത് കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാൻ നാം ശ്രമിക്കണം എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. രണ്ടാമത്തെ ബാബ്, ഒന്നാമത്തെ ബാബ് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ബാബിന്റെ തുടക്കം വരുന്നത് ബാബു ദുആഉക്കും ഈമാനുക്കും എന്നാണ്. എന്തൊരു വളരെ സുന്ദരമായ ഹെഡിങ് ആണ് മഹാനായ ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കൊടുത്തിട്ടുള്ളത്. ദുആഉക്കും ഈമാനുക്കും, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ വിശ്വാസമാണ് എന്നാണ്. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ വിശ്വാസമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അങ്ങനെ അങ്ങോട്ട് അതിനെ വിശദീകരിക്കാം. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ബേസിക്കാണ്, അടിത്തറയാണ്. അപ്പൊ ഒരു വിശ്വാസിയിൽ എപ്പോഴും ഉണ്ടാവുന്നത് അവനിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. കുൽമായ അബൂബിക്കും റബ്ബി ലൗലാ ദുആഉക്കും എന്നാണ്. അപ്പോൾ ആ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ, ആ പ്രാർത്ഥനയുടെ അടിത്തറയിലൂടെ നാം സഞ്ചരിക്കുന്നു ഇല്ല എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മിൽ എന്ത് ഉണ്ടാവുന്നില്ല, നമ്മളൊരു വിശ്വാസം ഉണ്ടാവുന്നില്ല എന്ന ഒരു വിഷയം ഇതിന്റെ ഉള്ളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. രണ്ട്, വിശ്വാസം എന്നത് ഒരു അമലും കൂടിയാണ് എന്നും ഇതിനെ ഫതുഹുൽ ബാരി പോലുള്ള
അതിന്റെ ഷർഹകളിൽ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് നിങ്ങളുടെ, അതായത് നമ്മുടെ അമല്, നമ്മുടെ ഈമാൻ ഒരു അമലാണ്, പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന്റെ അസർ പുറത്ത് കാണും. നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന്റെ അടയാളം പുറത്ത് കാണും, ഉറപ്പായിട്ടും കാണും. നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസത്തിന്റെ അസർ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഹജ്ജ് കൊണ്ടും സക്കാത്ത് കൊണ്ടും സ്വഭാവം കൊണ്ടും താഴ്മ കൊണ്ടും എല്ലാം കൊണ്ടും അത് പുറത്ത് പ്രകടമായിരിക്കും എന്നതാണ് അതിന്റെ മറ്റൊരു ലക്ഷ്യം. മറ്റൊരു വിശദീകരണം അതിന് കൊടുക്കുന്നത്, ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക. ഈ ക്ഷണമായിരുന്നു അള്ളാഹുവിന്റെ മുർസലീങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചത്. കാലാകാലങ്ങളായിട്ട് വന്ന ഓരോ സമൂഹത്തിലേക്കും അള്ളാഹു നിയോഗിച്ചയച്ചത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെയായിരുന്നു. ആ പ്രവാചകന്മാരുടെ ദൗത്യം അത് തബ്ലീഗായിരുന്നു, ദഅവത്തായിരുന്നു, പ്രബോധനം ചെയ്യുക എന്നതായിരുന്നു. ആ പ്രബോധന രീതിയിൽ അവർ ഏർപ്പെടുകയും അത് നമ്മിലേക്ക് എത്തിക്കുകയും ചെയ്തപ്പോൾ നമ്മിൽ നിന്ന് വേണ്ടത് എന്താണ്? അത്വഅത്ത് എന്നാണ്. ആ പ്രബോധനം കേൾക്കുന്നവരിൽ നിന്ന് വേണ്ടത് അവരതിന് വഴിപ്പെടുക എന്നുള്ളതായിരുന്നു. ഈ വഴിപ്പെടലും ഒരു അമലാണ്. ആ അമലാകുമ്പോഴും അതും ദുആയിലേക്ക് എത്തിച്ചേരുന്നു എന്ന ആശയം നമുക്ക് അതിന്റെ വിശദീകരണം പഠിപ്പിച്ചു തരികയാണ്. മറ്റൊന്ന്, ആ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിലൊരു ഇബാദത്താണ് എന്നും ഹദീസുണ്ട്. പിന്നെ ദുആ ഹുവൽ ഇബാദ, അതൊരു ഇബാദയാണ്. ഇബാദത്ത് എടുക്കുമ്പോൾ അത് ഖൽബ് കൊണ്ടായിരിക്കണം, നമ്മുടെ അവയവങ്ങളെ കൊണ്ടായിരിക്കണം, നമ്മുടെ മനസ്സ് അതിൽ വേണം. അപ്പോൾ അതും ഒരു അമലായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം അതൊരു പ്രാർത്ഥനയാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു വശം അതിലുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ അസർ പുറത്ത് പ്രകടമാകുമ്പോൾ ആ പ്രകടമായി കാണുന്ന ആ സ്വഭാവശുദ്ധി കൊണ്ട് മറ്റുള്ള ആളുകൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയും ഇസ്ലാമിനെ മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി വരുമ്പോൾ ഒരു വിശ്വാസിയുടെ ചലനങ്ങൾ മുഴുവനും അത് പ്രാർത്ഥനയായി തീരുന്നു എന്ന ആശയം അതിലുണ്ട്. എന്നാൽ അതിൽ വന്ന ആദ്യത്തെ ഹദീസ് നമുക്കൊന്ന് നോക്കാം. حدثنا عبيد الله بن موسى قال أخبرنا حنظلة بن أبي سفيان رضي الله عنه عن إكرمة بن خالد رضي الله عنه عن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم بني الإسلام على خمس شهادة أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة والحج وصوم رمضان. ഇങ്ങനെയാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഈ ഹദീസ് നമ്മൾ എല്ലാവരും ഒരാവർത്തി വായിക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു, പരിശുദ്ധമായ ഈ ഇസ്ലാമിന് എടുക്കപ്പെട്ടത് അലാ ഖംസിൻ, 5 കാര്യങ്ങളുടെ മേലാണ്. ഒന്ന്, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന സാക്ഷീകരണമാണ് ഒന്ന്. വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന സാക്ഷീകരണവുമാണ്. പിന്നെ വ ഇഖാമിസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്തലാണ്. വ ഈതാഇസ് സകാത്ത്, സകാത്ത് കൊടുത്തു വീട്ടലാണ്. വഹൽ ഹജ്ജ്, അള്ളാഹുവിന്റെ കഅബ ഷരീഫിൽ പോയി ഹജ്ജ് ചെയ്യലാണ്. വസോമി റമദാൻ, റമദാൻ മാസം നോമ്പ് അനുഷ്ഠിക്കലുമാകുന്നു എന്നാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ ശ്രദ്ധിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു അലം.